أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നനുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബാഹുൽ ഖൈർ, അഫ്കാറു സബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതത്തെ അനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ നന്മകൾ നമ്മിലേക്ക് വർഷിപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, മുസീബത്തുകൾ, ദുരന്തങ്ങൾ, അത്യാപത്തുകൾ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നാം എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉദ്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ പരസ്പരമുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉണർത്തിയ, ഉത്ബോധിപ്പിച്ച ചില വചനങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് തുർമുദിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ആദ മരീലൻ ഔ സാറ അഖൻ ലഹു ഫില്ലാഹ് നാദാഹു മുനാദിൻ അൻ തിബ്ത വതാബ മംശാക് വതബവഅത മിനൽ ജന്നതി മൻസില. പ്രഗത്ഭനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയോ തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണുന്നതിന് വേണ്ടി പോകുകയോ ചെയ്താൽ ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും: നീ നല്ല കാര്യം ചെയ്തിരിക്കുന്നു, നിന്റെ നടത്തവും നല്ലതാണ്, സ്വർഗത്തിൽ ഒരു ഭവനം നീ മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു മുഅ്മിനായ വിശ്വാസി ഏതെങ്കിലും ഒരു രോഗത്തിനടിമപ്പെട്ട്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, മാരകമാകട്ടെ, ചെറിയൊരു രോഗമാകട്ടെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പ്രവാചകൻ രോഗസന്ദർശനം നടത്തിയിരുന്നതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു: ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയോ, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരസുഖം വന്ന് കിടപ്പിലാകുമ്പോൾ ഹോസ്പിറ്റലിലോ വീടുകളിലോ ഒക്കെ ആ രോഗിയെ കാണാൻ വേണ്ടി നാം സന്ദർശിക്കുമ്പോൾ തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണുന്നതിന് വേണ്ടി പോവുകയോ ചെയ്താൽ, അത് രോഗത്തോടെ കഴിയുമ്പോൾ അങ്ങനെ പോയി കണ്ടാലും, അല്ലെങ്കിൽ സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു സഹോദരനെ പോയി കണ്ടാലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരു മലക്ക് പ്രകാരം വിളിച്ചു പറയും അത്രേ. എന്താണ് ആ മലക്ക് പറയുന്നത്? നീ നല്ല കാര്യം ചെയ്തിരിക്കുന്നു, നിന്റെ നടത്തവും നല്ലതാണ്,
സ്വർഗത്തിൽ ഒരു ഭവനം നീ മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതിലൂടെ അല്ലാഹു തആല, മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന ആളുടെ ഓരോ ചുവട്ടടിക്കും പ്രതിഫലമാണ് എന്ന് മറ്റൊരു ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു മലക്ക് വിളിച്ചു പറയും, അള്ളാഹു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ നടത്തം നല്ലതാണ്, മാത്രവുമല്ല നിന്റെ ഈ രോഗിയെ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ സഹോദരനെ നല്ലൊരു ആവശ്യത്തിന് വേണ്ടി കാണാൻ പോകുന്നത് പോലും, ആ പോകുന്ന യാത്രയ്ക്ക് പോലും അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ ഈ പോയ വ്യക്തിക്ക് ഒരു സ്വർഗീയ ഭവനം മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമാണ് സഹോദരങ്ങളെ, നമ്മളുടെ സഹോദരങ്ങളെ ആയ ആൾക്കാർ രോഗികളായി കഴിയുമ്പോൾ അവരുടെ ക്ഷേമാന്വേഷണം നടത്തുക, അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ പരസ്പരമുള്ള ബാധ്യതകളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിൽപ്പെട്ട ഒരു വിശ്വാസി രോഗിയായാൽ അവനെ സന്ദർശിക്കണമെന്നുള്ളത് മുസ്ലിങ്ങളുടെ ഹക്കിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ കേട്ട അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഈ പ്രഭാതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്ന ദിവസമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി, നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.